രാജേഷേ ഈയടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ കോളേജ് കാണിച്ചു തരാം കേട്ടോ. പണ്ട് 8:30 ക്ലാസ് ആയിരുന്ന സമയത്താണ് ഞാൻ ഈ വഴിയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. നമ്മുടെ കോളേജിൻ്റെ അടുത്തൊക്കെ കുറച്ച് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് തൊഴിൽ ഭവൻ. തൊഴിൽ ഭവനെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. അതുപോലെ അതിന് ചേർന്ന് തന്നെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഉണ്ട്, അവിടെയും നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് SP ഓഫീസ് ഉണ്ട്, അവിടെയും നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. SP ഓഫീസിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഉണ്ട്, അവിടെയും നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ PMG ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, വിമൻസ് കമ്മീഷൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഗൈസ്. PMG ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ കോളേജ് ജംഗ്ഷൻ ഉണ്ടാവും. കോളേജ് ജംഗ്ഷൻ നിന്ന് ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ കോളേജ് ഇരിക്കുന്നത്. PMG വരെ ഞാൻ ബസ്സിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് കോളേജ് വരെ നടക്കാറാണ് പതിവ്. ആദ്യമൊക്കെ ഓട്ടോയിൽ വരുമായിരുന്നു, പിന്നെ നടന്ന് ശീലമായി. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്, ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. എൻട്രൻസിൽ നിന്ന് കയറി കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് സെക്യൂരിറ്റി റൂം. ഈ ഇടതുവശത്ത് കാണുന്ന പടിയുണ്ടോ, ഇതിൽ കൂടെ കയറി കഴിഞ്ഞാൽ നേരെ എൻ്റെ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. അതാണ് ഞാൻ അധികം കോളേജിൽ ഇരിക്കാത്തത് കേട്ടോ. ആദ്യത്തെ 2 വർഷം ഏറ്റവും മുകളിലായിരുന്നു ക്ലാസ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയൊക്കെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഗേറ്റിനടുത്ത് ക്ലാസ് ആയപ്പോൾ നേരെ ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകാറാണ് പതിവ്. പിന്നെ കോളേജിൽ അധികം അങ്ങനെ ഇരിക്കാറില്ല. ഞാനന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലാസ്സൊന്നും തുറന്നു കാണത്തില്ല. അപ്പോൾ പിന്നെ ആ പടി കയറി ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഞാൻ വിചാരിച്ചു ഇനി കോളേജ് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം, വീഡിയോ എടുക്കാം എന്ന് കരുതി. ഇതാണ് നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇവിടെ കപ്പിൾ സ്പോട്ടെന്നും പറയാറുണ്ട്. കപ്പിൾസൊക്കെ ഒരു സമയത്ത് വന്ന് ഇരിക്കാറുണ്ട്, അപ്പോൾ അതിനെ നമ്മൾ കപ്പിൾ സ്പോട്ടെന്ന് പറയുന്നുണ്ട്. വേറൊരു കപ്പിൾ സ്പോട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ലൈബ്രറി ഇരിക്കുന്നതിൽ താഴത്തെ ആ റോയിലാണ് ലൈബ്രറി ഉള്ളത് കേട്ടോ. മുകളിലത്തെ ഫ്ലോറിൽ 2 ഫ്ലോറാണ്. മുകളിലത്തെ ഫ്ലോറിൽ 2 വലിയ ക്ലാസ്സസ് ആണ് ഉള്ളത്. എന്നും നേരത്തെ ഇറങ്ങും, പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് സാധാരണ ഞാൻ 5:50 ആകുമ്പോൾ ബസ് സ്റ്റോപ്പിലെത്തും. പിന്നെ ബസ് കിട്ടുന്നത് 6:30-ക്കും 6:45-നൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. പക്ഷേ ഇന്ന് ചെന്നപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ കാലുകുത്തിയപ്പോൾ എനിക്കൊരു ബസ് കിട്ടി. അതിൽ കയറി. ഇപ്പോൾ സമയം 6:30 ആയതേ ഉള്ളൂ. ക്ലാസ് തുടങ്ങുന്നത് 9 മണിക്ക്. ഞാനിനി എത്ര സമയം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം എന്നറിയോ? നോ ഐഡിയ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ കോളേജൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ബേസിക്കലി കാട്ടിനകത്താണ് നമ്മുടെ കോളേജ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭംഗി, നമ്മുടെ കോളേജിൻ്റെ ഭംഗി അത് തന്നെയാണ് ഗൈസ്. ഇത് നേരെ കാണുന്നത് ലൈബ്രറിയാണ്. താഴെ ലൈബ്രറി, മുകളിലോട്ട് വേറെ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ കാർ പാർക്കിംഗ് സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ഓപ്പണായി കാണത്തില്ല, അല്ലെങ്കിൽ ഇതിൽ കൂടെ കയറി മുകളിൽ കയറായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലേ പോയി ബാക്കിയുള്ള സ്ഥലം കാണിച്ചു തരാം. ഇവിടെ നമുക്ക് 2 ഊഞ്ഞാലൊക്കെ ഉണ്ട്. ആദ്യത്തെ 2 വർഷമൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ക്ലാസ് നേരത്തെ താഴെയാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു 3rd സെം തൊട്ടാണ് ഞങ്ങളുടെ ക്ലാസ് താഴെ ആക്കിയത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ടധികം വരാറില്ല. ക്ലാസ്സിൽ കയറും, ഞാൻ നേരത്തെ ഒരു സ്റ്റെപ്പ് കാണിച്ചില്ലേ, അതിലേക്കൂടെ ക്ലാസ്സിൽ കയറും. ക്ലാസ് കഴിയുമ്പോൾ അതിലേക്കൂടെ താഴെ ഇറങ്ങി വീട്ടിൽ പോകും. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. സോ ഇത് SFIയുടെ പുസ്തകക്കൂടാണ് കേട്ടോ. ആൻഡ് ഇത് ഹെറിറ്റേജ് ബിൽഡിംഗാണ്, ഏറ്റവും പഴയ ബിൽഡിംഗാണ്. കുറച്ച് ഭംഗി കൂടുതലാണ് കാണാൻ, കാരണം പഴയ ബിൽഡിംഗ് അല്ലേ. ഇതിനകത്ത് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്, വലിയ ലേഡീസ് ഹോസ്റ്റലാണ്. ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റലിൽ കിട്ടത്തില്ല, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയില്ല, ചോദിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഹോസ്റ്റലർ അല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെയൊക്കെ ഇവിടുത്തെ
ചേച്ചിമാരും ഗേൾസൊക്കെ ജിമ്മിൽ പോകാറുണ്ട്. അപ്പോൾ നേരത്തെ ഗേറ്റൊക്കെ തുറക്കും. സോ ഇതൊക്കെ ക്ലാസ്സാണ്. ഞങ്ങൾ നേരത്തെ കാണിച്ച ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. സോ നമ്മൾ മുകളിലെത്തി. സോ ഇതിൽ കൂടെ നമുക്ക് ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ കയറാൻ പറ്റും. ഓക്കെ, നൗ ഇവിടെ വന്നാൽ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ അവിടെ ആരാ നിൽക്കുന്നതെന്ന് കണ്ടോ? രാജേഷ്. ഇത് നമ്മുടെ ലേഡീസ് റൂമാണ്. ഞാൻ അകത്ത് കയറി കാണിച്ചു തരാവേ. ആൻഡ് ദിസ് ഇസ് NSS റൂം. ഇതിപ്പോൾ മെൻസ് റിക്രിയേഷൻ റൂമാക്കി. ഓക്കെ, രാജേഷേ ഈയടാ, ദിസ് ഈസ് അവർ രാജേഷ്. കയറരുത് 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 കയറരുത്. അവിടെ നിൽക്കടാ ഡേയ്. ഓക്കെ, എടാ എടാ സ്റ്റോപ്പ് സ്റ്റോപ്പ്. രാജേഷ് എന്താടാ, എത്ര നാളായി കണ്ടിട്ട്? എത്ര നാളായി കണ്ടിട്ട്? എത്ര നാളായി? എത്ര നാളായി കണ്ടിട്ട്? വെക്കേഷനൊക്കെ മുന്നേ കണ്ടല്ലേ? ചുട്ടുപൊന്നി ചുണ്ടര ചുണ്ടര ഇന്ന് പാപ്പം വാങ്ങിച്ചു തരാം കേട്ടോ. എടാ മതി. അപ്പം ഇതാണ് രാജേഷ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് രാജേഷിനെ പറ്റി. എന്താടാ, അവന് കുറച്ച് കഴിഞ്ഞ് നബാട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. സോ ദ ലേഡീസ് വാഷ്റൂം തുറന്നിട്ടില്ല. ആസ് ഐ സെഡ്, ഞാൻ കുറച്ച് നേരത്തെയാണ് ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലം കാണിച്ചു തരാം. അപ്പം ഇത് ഇപ്പോഴത്തെ റീഡിങ് റൂമാണ് കേട്ടോ. റീഡിങ് റൂം, ലൈബ്രറിയുടെ ഫ്രണ്ടിലും ഒരു റീഡിങ് റൂം തുടങ്ങിയിട്ടുണ്ട്. ദെൻ ഇതൊക്കെ സ്റ്റാഫ് റൂമാണ്. ഇത് നമ്മുടെ ശ്രീദത്ത് സാറിൻ്റെ റൂം. ഇത് സലീന മാമിൻ്റെ റൂം. ഇതൊക്കെ സ്റ്റാഫ് റൂംസാണ്. സോറി, മാറിപ്പോയി. അതാണ് സലീന മാമിൻ്റെ റൂം. സോറി. ഓക്കെ, എനിവേ, ഇത് നമ്മുടെ പഴയ, അയ്യോ ഇവൻ കറങ്ങി ഇവിടെ എത്തിയോ? വാഷ് ചെയ്യുന്ന സ്ഥലമാണ് പഴയത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് മാറി ഇവിടെ എപ്പോഴും വാഷ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് പുറത്ത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ലൈബ്രറി ബിൽഡിംഗ് ആണ്. സോ താഴെ കാണുന്ന ബിൽഡിങ്ങിലാണ് ലൈബ്രറി ഇരിക്കുന്നത്. ഇവിടെ നിന്ന് അറ്റം വരെ ലൈബ്രറിയാണ് കേട്ടോ. ആൻഡ് മുകളിൽ 2 ക്ലാസ്സാണ്, 2 ഏറ്റവും വലിയ ക്ലാസ്. ഇവിടെ ഈ 2 ക്ലാസ്സിൽ ആണ് എപ്പോഴും എക്സാംസ് നടത്തുന്നത്. ഇനി രാജേഷ് നമുക്ക് കോളേജ് കാണിച്ചു കൊടുക്കാം. ആൻഡ് ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ സ്റ്റാഫ് റൂമാണ് എല്ലാം. ദീസ് ആർ ഓൾ സ്റ്റാഫ് റൂംസ്. ഇത് നമ്മുടെ സ്വന്തം മീനു മരിച്ചിട്ട് എത്ര നാളായി? 2 വർഷമാവും. മീനു വാസ് എ ഗുഡ് ഫ്രണ്ട്. ഞങ്ങളുടെ ഏജാണ് കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിലല്ലായിരുന്നു. ഞാൻ A ബാച്ച് ആണെങ്കിൽ അവൾ B ബാച്ചാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ലൈബ്രറിയിലോട്ടുള്ള ബിൽഡിങ്ങിലോട്ട് പോകാനുള്ള വഴി. അടച്ചിട്ടേക്കാട്ട്, തുറന്നിട്ടില്ല. ഇതൊക്കെ സ്റ്റാഫ് റൂംസാണ്. അതാ അവിടെയാണ് ഇപ്പോഴത്തെ ഡ്രിങ്കിങ് ഏരിയ, വെള്ളം. ദെൻ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഇയർ ക്ലാസ്സസ്. ഓക്കെ, ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് ഇവിടെയായിരുന്നു. അതും തുറന്നിട്ടില്ല. തുറക്കാൻ പറ്റും, വേണമെങ്കിൽ തുറക്കാം. ഓക്കെ, ദാറ്റ് വാസ് A ബാച്ച്, മൈ ക്ലാസ്, ആൻഡ് ദാറ്റ് വാസ് B ബാച്ച്. അത് സെമിനാർ ഹാളാണ് കേട്ടോ. സോ ദാറ്റ് ഇസ് ക്യാൻറ്റീൻ.
This is seriously closed down. ഓക്കെ, സോ തുറന്നിട്ടില്ല ഗൈസ്. തുറക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ ക്ലാസ്. ഓക്കെ, ഞാൻ അതൊക്കെ പറയുന്നത് ഭയങ്കര സൈലൻസാണ്, പിൻ ഡ്രോപ്പ് സൈലൻസാണ് കേട്ടോ. ഇവിടെ ആരും എണീറ്റിട്ടില്ല. ഇപ്പോൾ ഈ സമയത്ത് വരുന്നത് ആ മുകളിൽ നിന്ന് 2 പേരെ കണ്ടോ, അവർ മാത്രമാണ് ഈ സമയത്ത് വരുന്നത്. വേറെ ആരും ഈ ഏരിയയിലോട്ട് അടുക്കത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് മൈ ക്ലാസ്. ഗ്രില്ല് തുറക്കുമ്പോൾ അകത്ത് വരെ കാണിച്ചു തരാം. സോ ഇവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സ്റ്റെപ്പ് കയറി വരുന്ന സ്ഥലം. ഓക്കെ, നേരെ വരുന്നത് എൻ്റെ ക്ലാസ്സിലേക്കാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പോകുന്ന എവിടെയാണെന്നറിയാം, ഞാൻ കാണിച്ചു തരാം. ഇവൻ എന്നെയും കൊണ്ട് പോവുകയാണ് അങ്ങോട്ട്. ബിക്കോസ് അവന് കുറച്ച് പേരെ കാണിച്ചു തരാനുണ്ട്. ആരെയാണ് കാണിച്ചു തരേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. രാജേഷേ, അവിടെ ഉണ്ടോടാ? എവിടെയാടാ അവർ? ഇവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുവാനില്ല കേട്ടോ. ഐ തിങ്ക് കുറച്ച് പട്ടിക്കുട്ടികളാണ്, ഞാൻ എൻ്റെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അവൻ അങ്ങോട്ടാണ് പോയത്. ഇനി അവിടെ വല്ലതും കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. എവിടാ അവർ? വെറുതെ അല്ല വേണ്ട. അയ്യോടാ, വലുതായല്ലോ, ഓടിക്കളിക്കാറായല്ലോ. ഹായ്. ഇത് രാജേഷിൻ്റെ മക്കളല്ല, പക്ഷേ ഇവന് ഭയങ്കര ഈഗോയാട്ടോ. ഞങ്ങൾ അവരെ എടുക്കുമ്പോൾ ഇവന് ഭയങ്കര ഈഗോയാണ്. ഇവൻ ഞങ്ങളടുത്തോട്ട് വരും. പിന്നെ ഇതിനെയൊക്കെ ഇവന് പേടിയാണ്. നോക്ക്, നല്ലപോലെ ഇണങ്ങി വലുതായി കേട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഹായ്, നല്ല ഇണക്കമായി, നല്ല കളിക്കുന്നുമുണ്ട്. ഞങ്ങൾ വെക്കേഷന് മുന്നേ വരുന്ന നോക്കുമ്പോൾ കുരുട്ടുകളായിരുന്നു. ഹായ്, ഇതാ കണ്ടോ, ഇവൻ വിളിക്കുന്നുണ്ടോ? ഇവൻ ഇതിൻ്റെയൊക്കെ അടുത്തോട്ട് ഞങ്ങൾ പോകുമ്പോൾ ഇവന് ഭയങ്കര ഈഗോയാണ്. ആരാടാ ഇതൊക്കെ? ഇവൻ എന്ത് പാവാന്നറിയാം. നോക്ക്, വല്ല ചെയ്യുന്നുണ്ടോ നോക്ക്. ഇതാണ് നമ്മുടെ ബീഗിൾ കുട്ടി. അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരെ കാണിക്കാനാണ് ഇവൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ, എന്നെ കൊണ്ട്. അവിടെ ആയിരുന്നു അവരെ കിടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ ഓടിക്കളിക്കുന്ന ഒരു ഇതൊക്കെയായി. ഇതെങ്ങനെ കറങ്ങി നടക്കുവാണ് ഇവിടെയൊക്കെ. ഞാൻ അങ്ങോട്ട് പോണില്ല, കാരണം തള്ളപ്പട്ടി വല്ലതും അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമാവും. ഭയങ്കര കളിയാണല്ലോ. നമുക്ക് പോകാം, നമ്മുടെ ക്ലാസ്സിൽ പോകാം. അപ്പം അവരെയൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോകണം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ക്യാൻറ്റീൻ കാണിച്ചു തരാവേ. സോ ക്യാൻറ്റീനൊന്നും തുറന്നിട്ടില്ല. ഇതൊക്കെ ഒരു 7 മണി കഴിയും തുറക്കാനായിട്ട്. ഞാനൊന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. ഓക്കെ, സോ അതാണ് മൂഡ് കോർട്ട് ഹാള് കേട്ടോ. ആൻഡ് ക്യാൻറ്റീനിലോട്ട് പോണത് ഈ വഴിയാണ്, തുറന്നിട്ടില്ല. സോ നമുക്കിനി ലേഡീസ് റൂമിലോട്ട് പോകാം. താഴത്തെ ക്ലാസ് ക്ലീനിങ്ങിന് തുറക്കാം എന്ന് പറഞ്ഞു, അതായത് എൻ്റെ ക്ലാസ്. പക്ഷേ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് വാഷ്റൂമിലോട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്കിൾ. ഇപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. രാജേഷ്, കം ഹാവ് എ സീറ്റ്. ഇവിടെ ഇരിക്കൂ. പോയിക്കൊണ്ടിരിക്കുവാണ്.
ഇവിടെ വന്നിട്ട് ഒരു ബെഡൊക്കെ ഉണ്ട് കേട്ടോ. ബെഡ്, പിന്നെ കുറച്ച് വേസ്റ്റ് ബക്കറ്റ് ഉണ്ട്, ഇങ്ങനെ പേരിന് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു സാധനം ഇത് കണ്ടോ, നശിച്ച് പണ്ടാരടങ്ങിയ ഒരു, എത്ര രൂപ പോയിട്ടുണ്ടെന്നറിയോ ഇതിൽ കൂടെ? എൻ്റെ 2 5 രൂപ കോയിനാണ്. 5 രൂപയുടെ 2 കോയിൻ പോയിട്ടുണ്ട്, സ്റ്റക്കായി ഇതിനകത്ത് പോയിട്ടുണ്ട്. അത് എത്ര പേരുടെ പൈസയാണ് ആ കിടക്കുന്നതെന്നറിയോ? അതങ്ങനെ. ഇതാണ് നമ്മുടെ ക്ലാസ് തുറന്ന കേട്ടോ. ഈ കിടക്കുന്ന ബെഞ്ചെല്ലാം ഇനി ഞാൻ പറക്കി വെക്കണമായിരിക്കും. ക്ലാസ് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഗൈസ്. ഈ ക്ലാസ്സിൽ ഒരു 9 മണിക്കാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. പക്ഷേ ഒരു 9:15 ആയാലും 9:30 ആകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും വരുമായിരിക്കും. 9:45 ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും എത്തും. അതാണ് ഇവിടുത്തെ ഒരിത്. എനിക്ക് തോന്നുന്നത് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര പതുക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഈ ക്ലാസ് ഒഴിഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഞാൻ ഈ പറയുന്നത് മുകളിൽ കേൾക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞ് ഭ്രാന്താണെന്ന് വിചാരിക്കും. അതുകൊണ്ട് മുകളിൽ പ്രിൻസിപ്പാളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം കുറച്ച് പേരായിട്ട് ഇങ്ങനെ എത്തും. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. കോളേജൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഈ കഥയൊക്കെ തോക്കട്ടെ. ഞാൻ നേരത്തെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും മുകളിൽ. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ആ കാണുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് 2 LLM ക്ലാസ് കേട്ടോ, 2 ആൻഡ് ഈ ക്ലാസ്. ഇത്രയും ഈ ഒരു ബിൽഡിങ്ങിൽ 3 ക്ലാസ്സാണുള്ളത്. അങ്ങറ്റം ബോയ്സ് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോളേജിലുള്ള ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ശരി ഗൈസ്, see you in the next video. Bye bye, love you.